കണ്ണൂരിൽ കെ സുധാകരന് സീറ്റ് നൽകിയേക്കും എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. സുധാകരന് മാത്രമായി ഇളവ് നൽകാനാകുമോ എന്ന് പരിശോധിക്കുന്ന വിനിത വിജി വിവരങ്ങളുമായി ചേരുന്നു. വിനിത, ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ തമാശയാവുന്നുണ്ട്. കെ സുധാകരന് സീറ്റില്ല, ഒരു തരത്തിലും സീറ്റ് നൽകാൻ കഴിയില്ല, ഇത് കോൺഗ്രസിന്റെ നയമാണ് എന്നൊക്കെ ആദ്യം പറഞ്ഞു. അതിനുശേഷം സുധാകരൻ അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. എന്നാൽ പിന്നെ സുധാകരനും അടൂർ പ്രകാശിനും മാത്രമായി സീറ്റ് നൽകിയേക്കാം എന്ന ആലോചനയിലേക്ക് പോയി. ആ ആലോചനയുമായിട്ട് പോയി മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു അത് തൽക്കാലം വേണ്ട, എം പിമാർ മത്സരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ സുധാകരന് സീറ്റിൽ ഇന്നലെ പറയുന്നു. അപ്പോൾ സുധാകരൻ പറഞ്ഞു ഞാൻ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു പറഞ്ഞു. അപ്പോൾ വീണ്ടും സുധാകരന് മാത്രം സീറ്റ് നൽകിയേക്കാം. സത്യം പറഞ്ഞാൽ തമാശയാവുന്നുണ്ട് വിനിത. ഹാഷ്മി, ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് സുധാകരന്റെ വസതിക്ക് മുൻപിൽ തന്നെയാണുള്ളത്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുക തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ നിലവിലെ സാഹചര്യത്തിൽ സുധാകരൻ കടുംപിടുത്തവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരിക്കലും ഉചിതമാവില്ല എന്നൊരു നടപടി കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇത്തരം അനുനയ ശ്രമങ്ങൾ നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയുമായും ചെന്നിത്തല ആശയവിനിമയം നടത്തിയെന്നുള്ളത് തന്നെയാണ്. ചില മുതിർന്ന നേതാക്കൾ ഇതിനോടകം തന്നെ കെ സുധാകരനുമായി സംസാരിച്ചിട്ടുണ്ടെന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. തൽക്കാലം വാർത്താ സമ്മേളനം ഒഴിവാക്കണമെന്നാണ് നേതാക്കൾ സുധാകരനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് 12 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ ഇപ്പോൾ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് വാർത്താ സമ്മേളനം ഒഴിവാക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുധാകരന് കണ്ണൂരിൽ സീറ്റ് നൽകാൻ തന്നെയാണ് നിലവിലെ തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് മാത്രമായി എംപിമാരിൽ സീറ്റ് ആവശ്യപ്പെട്ടവരിൽ അദ്ദേഹത്തിന് മാത്രമായി ഒരു ഇളവ് നൽകാം എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് അറിയാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള അന്തിമഘട്ട ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശയവിനിമയം സുധാകരനുമായി നേതാക്കൾ നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ തന്നെ കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെയായി സുധാകരൻ സംസാരിക്കുകയും ഞാൻ തന്റെ വഴിക്ക് പോകുന്നു എന്നൊക്കെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെ തന്നെ നമ്മൾ പുറത്തുവിട്ടതുപോലെ അദ്ദേഹം മറ്റൊരു പാർട്ടി രൂപീകരിക്കുന്ന കാര്യവും 25 ഇടങ്ങളിൽ അദ്ദേഹം സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നടക്കമുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തുവരികയും കടുത്ത നിലപാടിലേക്ക് സുധാകരൻ പോകുന്നു, രാജിക്കടക്കം ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള ചില വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പിന്നാലെ അദ്ദേഹം 12 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നും തന്റെ നിലപാട് വ്യക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് നമ്മൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ തന്നെയാണുള്ളത്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനിടയിൽ നടന്ന ചില അനുനയ ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലേക്കുള്ള നീക്കങ്ങൾ. അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചത് പ്രവർത്തകർ പറയുന്ന പോലെ കണ്ണൂർ സിംഹം കടുത്ത നിലപാടിലായിരുന്നു. അതിലായിരുന്നു ഹൈക്കമാൻഡ് വേണം മനസ്സിലാക്കാൻ. കെ സുധാകരന് കോൺഗ്രസ് സീറ്റ് നൽകി. കെ സുധാകരന് മാത്രം മത്സരിക്കുന്ന എംപിമാരിൽ കെ സുധാകരന് മാത്രം ഇളവ്. അങ്ങനെയാണെങ്കിൽ അടൂർ പ്രകാശിന്റെ അടുത്ത് സമ്മർദ്ദം കണ്ടുവരുമോ എന്നറിയില്ല. സമ്മർദ്ദ ശക്തികളായി എംപിമാർ നിൽക്കുകയാണ്, വേറെ പ്ലേയേഴ്സൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇനി കൂടുതൽ സമ്മർദ്ദം ഏത് കോണിൽ നിന്നാണെന്ന് അറിയില്ല. പക്ഷേ കെ സുധാകരൻ്റെ കൊടിയ സമ്മർദ്ദം, പുതിയ പാർട്ടി രൂപീകരിക്കും, 25 പേരെ സ്ഥാനാർത്ഥികളായിട്ട് കേരളത്തിന് ഏതൊക്കെയോ ഭാഗങ്ങൾ നിർത്തും എന്നൊക്കെയുള്ള കെ സുധാകരൻ്റെ വെല്ലുവിളിക്ക് മുന്നിൽ, ഭീഷണിക്ക് മുന്നിൽ ഹൈക്കമാൻഡ് അയയുന്നു എന്നുകൂടെ മനസ്സിലാക്കാൻ. ഇപ്പോൾ കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് അദ്ദേഹം MP ആയിട്ട് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അന്ന് കെ സുധാകരൻ ഉറപ്പ് നൽകിയിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിരുന്നെങ്കിൽ മുതിർന്ന നേതാവാണ് കെ സുധാകരൻ. ആ ഉറപ്പ് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥമാണ്. ഇപ്പോൾ എംപിമാർ രാജിവെച്ച് കേരളത്തിൽ ഒന്ന് മത്സരിക്കുന്നു, ഇവിടുത്തെ MLA മാർ രാജിവെച്ച് MP ആയി മത്സരിക്കുന്നതും ബൈ ഇലക്ഷനൊന്നും കേരളത്തിൽ ചരിത്രത്തിൽ നടാടെ സംഭവിക്കുന്നൊന്നുമല്ല. പക്ഷെ അതിൽ ഇത്ര കൺഫ്യൂഷൻ ഉണ്ടാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടാക്കി, തെരഞ്ഞെടുപ്പിന്റെ തലേനാൾ വരെ ഈ അനിശ്ചിതത്വം നിലനിർത്തുന്നതിലാണ് ഒരു പക്ഷേ പ്രവർത്തകർക്ക് പോലും വലിയ അമർഷവും ആശങ്കയും ഉള്ളത്. കെ സുധാകരൻ മത്സരിക്കുന്നെങ്കിൽ ആദ്യം തന്നെ മത്സരിക്കുമെന്ന് എന്ന് പ്രഖ്യാപിക്കുന്നതിന് പകരം ഇത് ഒരു നിലപാടാണെന്ന് പറയുക, നിലപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുക, എന്നിട്ട് വിസ്മയം എന്നൊക്കെ പറയുക, എന്നിട്ട് വിസ്മയത്തുമ്പത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുക, എന്നിട്ട് ഒരു മുതിർന്ന നേതാവിൻ്റെ ആ ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങുക എന്ന് പറയുന്നതൊക്കെയാണ് പരിഹാസ്യമായി പോകുന്നത്. പോട്ടെ, ആ പാർട്ടിയുടെ കോൺഗ്രസിന്റെ കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.